ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞാൻ സെൻസിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വെറുതെ ഒന്ന് വന്നതായിരുന്നു കേട്ടോ. എല്ലാം പൊരിച്ച് സെറ്റായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു, ഉച്ച ടൈമായപ്പോൾ. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ആളുകൾ കുറയുന്നൊരു ടൈമാണ് ഈ ഒരു ഉച്ച നേരം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഞങ്ങളിത് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. മറ്റ് സ്റ്റുഡൻസ് കയ്യിലൊരു ബോക്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഫാമിലി എല്ലാവരും അവരുടെ അടുത്തേക്ക് പോയി എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഞങ്ങൾ അന്വേഷിച്ചു. ഭക്ഷണ പൊതിയാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയി. ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഏത് സ്കൂളായിരുന്നു പറഞ്ഞു? ഏത് സ്കൂളായിരുന്നു പറഞ്ഞു? കോളേജ്. എന്തുകൊണ്ടാ അങ്ങനെ ചിന്തിച്ച്? ഞങ്ങൾ NSSലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ആണ്. എത്ര ഷെയർ ഇടണം? അല്ല, ഓരോരുത്തർ ഒരു ഫുഡിനുള്ള ഷെയർ ഇടുക. എല്ലാവരും കൂടി ഞങ്ങൾ 100 മെമ്പേഴ്സ് ഉണ്ട്. ഓരോരുത്തർ ഇങ്ങനെ പൈസ ഇടുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് കോളേജ് നല്ല സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് പോയി. ആ സമയത്ത് അവർ പാവപ്പെട്ട പലർക്കും അന്നദാനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ഒരു നേരത്തെ ആഹാരമെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരു പ്രചോദനമാണ്. എന്നെ പോലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു മാതൃകയാവട്ടെ. പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നി. അവർക്ക് ഈ ഭക്ഷണം നൽകുമ്പോഴുള്ള സന്തോഷം എത്ര പറഞ്ഞാലും തീരില്ല. എനിക്ക് സങ്കടവും അതിനിടയിൽ തോന്നി. ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടം എന്തായാലും തോന്നും. ഈ ഒരു വണ്ടിയിലാണ് അവർ ഭക്ഷണം എത്തിക്കുന്നത്. ഇവർ പൊരി വെയിലത്ത് ഇത് അവിടേക്കും ഇവിടേക്കും സപ്ലൈ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സങ്കടവും തോന്നി. സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു മക്കളെ ഇറങ്ങി തിരിഞ്ഞ ഓലിക്കൊക്കെ നല്ലത് വരട്ടെ. ഓലെ മരണം വരെ ഇത് കൊടുക്കാനുള്ളത് ഓലിക്ക് പറ്റും. നല്ല തൊഴിലും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാവട്ടെ. നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ വിശപ്പ് അറിയുന്ന കുട്ടികളാണ്. അത് ഒരിക്കൽ കാരുണ്യം എന്നും ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം ഒരിക്കൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞത്? എൻ്റെ പേര് കോഴിക്കോട് ബീച്ചിൽ അസീസ്. അസീസ് അല്ലേ? ഒരുപാട് പറവകത്ത് ഭക്ഷണം കൊടുക്കുന്ന കോഴിക്കോട്ടുകാരൻ. എൻ്റെ മക്കൾക്ക് നല്ലത് പറ്റും. ഒരിക്കൽ വലിയ വലിയ സ്ഥലത്തു നിന്നൊക്കെ പല അംഗീകാരം കൊടുക്കാനുള്ള അംഗീകാരങ്ങളൊക്കെ വരട്ടെ. തീർച്ചയായിട്ടും. ഉള്ളേരിയിലുള്ള ഈ സ്റ്റുഡൻസിനെ പോലെ തന്നെ നമുക്കും ആവാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ഫ്രം നിയ.